ഹലോ എവരിവൺ. എല്ലാവരും തന്നെ പ്രിഫറൻസ് ഓർഡർ എല്ലാം കൊടുത്ത് കൗൺസിലിംഗ് റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇന്ന് ജൂലൈ 3-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് കൗൺസിലിംഗ് ഓർഡറിൽ പങ്കെടുക്കാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. സോ എല്ലാവരും തന്നെ icerdmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് 5 മണിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ സബ്മിറ്റ് ചെയ്യുക. പ്രിഫറൻസ് ഓർഡറിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പ്രിഫറൻസ് ഓർഡർ ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാനൽ ഡിസ്കഷൻ വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡിംഗ് ക്രിസ്പർ ലേണിംഗിന്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വാല്യൂബിൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഐസറിലുള്ള ഫീ സ്ട്രക്ചറിനെ കുറിച്ചാണ്. സോ ഓരോ ഡിഫറെന്റ് ഐസറിലും എത്ര ഫീ ആണ് നമ്മൾ ഒരു വർഷം അടയ്ക്കേണ്ടി വരിക, പെർ സെമസ്റ്ററിലുള്ള ഫീ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെമസ്റ്ററിൽ, അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സെമസ്റ്ററിലുള്ള ഫീ ആണ്. ഈ ഒരു ഫീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ടൈം ആയിട്ടുള്ള കോഷൻ ഡെപ്പോസിറ്റ് അടങ്ങിയ എമൗണ്ട് ആണ് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ സെമസ്റ്റർ തൊട്ട് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഫീനെയും കാട്ടിലും കുറച്ചുകൂടെ കുറവായിരിക്കും ഇനി വരുന്ന സെമസ്റ്ററിൽ നിങ്ങൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. സോ കൃത്യമായിട്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക, സെമസ്റ്റർ 1ന്റെ ഫീ സ്ട്രക്ചർ ആണ് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സെമസ്റ്റർ 2 ഓൺവേർഡ്സ് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കുറച്ച് ഒരു 10,000 to 15,000 രൂപ കുറവിലായിരിക്കും നിങ്ങൾക്ക് ഫീ ഉണ്ടായിരിക്കുക എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർക്കുക. സോ നമുക്ക് ആദ്യം ഐസർ ട്രിവാൻഡ്രത്തിന്റെ ഫീ സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ ഫീ ആയിട്ട് വരുന്നത് 70,900 രൂപയാണ്. SC ST PWD കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 22,000 രൂപയാണ് സെമസ്റ്റർ ഫീ ആയിട്ട് വരുന്നത്. അതിന്റെ പുറമെ മെസ് ഫീ ഓരോ സെമസ്റ്ററിലും അടയ്ക്കേണ്ടതായിട്ട് വരും. മെസ് ഫീ ഏകദേശം വരുന്നത് 17,430 രൂപയൊക്കെയാണ്. അപ്പൊ ഞാൻ അപ്രോക്സിമേറ്റ്ലി 17,500 രൂപ എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലേക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് ടോട്ടൽ ഫീ വരുന്നത് 88,400 രൂപയാണ്. ഇനി അടുത്തത് നമുക്ക് ഐസർ തിരുപ്പതിന്റെ ഫീ ഡീറ്റെയിൽസ് നോക്കാം. ഐസർ തിരുപ്പതിയിൽ 68,900 രൂപയാണ് ഇത് ജനറൽ കാറ്റഗറി സ്റ്റുഡന്റിന്റെ ഫീ ആയിട്ട് വരുന്നത്. 15,000 രൂപയാണ് SC ST PWD കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഇനി ഇവിടെ നമുക്ക് സെമസ്റ്റർ ഫീന്റെ കൂടെ തന്നെ അപ്ഫ്രണ്ട് ആയിട്ട് മെസ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പേ ആൻഡ് ഈറ്റ് സിസ്റ്റം ആണ് ഉള്ളത്. നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് പേയ്മെന്റ് കൊടുത്താൽ മതി. ഡെയിലി പേയ്മെന്റ് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത്. സോ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള നമ്മളെ മെന്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളെടുത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു മാസം മെസ്സിൽ എത്ര ചെലവ് വരും എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ ബേസിസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മന്ത്ലി 4,500 to 5,000 രൂപയാണ് മെസ്സിന് വേണ്ടിയിട്ട് ചെലവാവുന്നത്. സോ അത് 4 മാസത്തേക്ക് ഒരു സെമസ്റ്ററിലേക്ക് കൂട്ടുകയാണെങ്കിൽ 20,000 രൂപ അഡീഷണൽ ആയിട്ട് വരും. സോ അപ്രോക്സിമേറ്റ്ലി ഒരു സെമസ്റ്ററിന്റെ ഫീ എന്ന് പറയുന്നത് 88,900 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഐസർ ആയിട്ടുള്ള ഐസർ ഭോപ്പാലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 72,800 രൂപയാണ് ഫീ. SC ST PWD വിഭാഗത്തിന് 32,400 ആണ്. ഇനി മന്ത്ലി ഫീ ആണ് അവിടെ മെസ്സിന് വേണ്ടി വരുന്നത്. നമുക്ക് ഏത് മെസ്സാണോ അലോട്ട് ചെയ്ത് കിട്ടുന്നത് അതിനനുസരിച്ച് 3,500 മുതൽ 3,700 ആണ് മന്ത്ലി മെസ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടെ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫീ ആയിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് 87,600 രൂപയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഐസറിനും, അതായത് തിരുവനന്തപുരം, തിരുപ്പതി, ഭോപ്പാല് എല്ലാം ഈ വർഷത്തെ ഫീ സ്ട്രക്ചർ അവർ ഓൾറെഡി ഒഫീഷ്യൽ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐസർ മൊഹാലിയിലും പൂനെയിലും ഇതുവരെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പൊ ഇനി വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കയറി നോക്കുക. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 2024 BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ എടുത്ത ആളുകളുടെ ഫീ ആയിരുന്നു. ഈ വർഷത്തെ ഫീ വരുമ്പം കുറച്ചും കൂടെ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ നമുക്ക് ഐസർ മൊഹാലിയിൽ ഉണ്ടായിരുന്ന 2024 ഫീ നോക്കുകയാണെങ്കിൽ 62,330 ആയിരുന്നു ഫീ. 17,930 ആണ് SC ST PWD വിഭാഗത്തിൽ വരുന്ന സ്റ്റുഡൻസിന്റെ ഫീ. മെസ് ഫീ ആണ് അവിടെ വരുന്നത്
19,500 മെസ് ഫീ നമ്മൾ സെമസ്റ്റർ ഫീന്റെ കൂടെ തന്നെ കൊടുക്കണം. ഒന്നാമത്തെ വർഷം തീർച്ചയായിട്ടും നമുക്ക് മെസ് ഫീ അതിന്റെ കൂടെ തന്നെ കൊടുത്ത് ഓരോ സെമസ്റ്ററിലേക്കുള്ള മെസ് ഫീ നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുക്കണം. ആൻഡ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മളുടെ ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ സെമസ്റ്റർ ഫീന്റെ കൂടെ പ്രീപെയ്ഡ് ആയിട്ട് നമുക്ക് മെസ് ഫീ ഇതുപോലെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പേ ആൻഡ് ഈറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ കമ്പൽസറി ആണ്, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 5th ഇയർ വരെ നമ്മളുടെ ചോയ്സ് ആണ് പേ ആൻഡ് സിസ്റ്റം ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു മെസ് ഫീ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണോ എന്നുള്ളത്. എനിവേ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് ഫീ ആയിട്ട് വരുന്നത് 81,830 രൂപയായിരുന്നു. അതാണ് ഐസർ മൊഹാലിയിലെ ഫീ എന്ന് പറയുന്നത്. ഇനി ഐസർ കൊൽക്കത്തയിലെ ഫീ നമ്മൾ നോക്കുകയാണെങ്കിൽ 67,551 രൂപയാണ് സെമസ്റ്റർ 1ലെ ഫീ വരുന്നത്. 18,650 രൂപയാണ് SC ST PWD കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഫീ. ഇനി ഇവിടെ മെസ് ഫീ നോക്കുകയാണെങ്കിൽ പേ ആൻഡ് ഈറ്റ് സിസ്റ്റം ആണ്. നമുക്കൊരു കാർഡ് ഉണ്ടായിരിക്കും, അത് റീചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി അവിടെ ഒരു ഐസർ കൊൽക്കത്തയിലെ ഒരു ആവറേജ് 4,500 to 5,000 രൂപയാണ് സാധാരണഗതിയിൽ എക്സ്പെൻസ് വരാറുള്ളത്. അപ്പൊ നമ്മൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 87,551 അത്ര രൂപയായിരിക്കും ഒരു സെമസ്റ്ററിൽ നമുക്കൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി അടുത്ത ഐസർ ആയിട്ടുള്ള ഐസർ പൂനെയിലുള്ള ഫീ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഐസർ പൂനെയിലെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷത്തെ ഡാറ്റയാണ് ഞാൻ പറയുന്നത്. 71,502 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ ഒരു സ്റ്റുഡന്റിന്. 27,047 രൂപയാണ് SC ST PWD കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡന്റിന്. അവിടെയും പേ ആൻഡ് ഈറ്റ് സിസ്റ്റം ആണ്. അപ്രോക്സിമേറ്റ്ലി 4,500 to 5,000 രൂപയാണ് ഒരു മാസം ചെലവ് വരുന്നത്. അപ്പൊ ടോട്ടൽ ഒരു സെമസ്റ്ററിൽ കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് 91,502 രൂപയാണ് അപ്രോക്സിമേറ്റ്ലി വരിക. ആൻഡ് ഈ വർഷം ചെറുതായിട്ട് അതൊന്ന് കൂടാനുമുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്ത ഫൈനൽ ആയിട്ടുള്ള ഐസർ നമുക്ക് നോക്കാം. ബെർഹംപൂർ 73,600 രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന സെമസ്റ്റർ ഫീ. 29,200 രൂപയാണ് SC ST PWD കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് കൊടുക്കേണ്ട സെമസ്റ്റർ ഫീ. മെസ്സിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പേ ആൻഡ് ഈറ്റ് സിസ്റ്റം ആണ്. ഏകദേശം ഒരു ദിവസം 180 റുപ്പീസ് ഒക്കെയാണ് നമ്മൾ കഴിക്കാൻ ചാർജ് ആവുക എന്നാണ് പറഞ്ഞത്. അതായത് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 5,000 പെർ മന്ത് വരുന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ 93,600 രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ ഐസറിലുള്ള ഫീ സ്ട്രക്ചർ അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ വാല്യൂബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഐസറിൽ ഈ വർഷം ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൗൺസിലിംഗിന്റെ റൗണ്ട് ഒക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും. കൗൺസിലിംഗിന്റെ അപ്ഡേറ്റ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഫീ സ്ട്രക്ചർ കേട്ടു. ഈ ഫീ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കോ എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അപ്പൊ ഞാൻ അടുത്തതായിട്ട് ഒരു ഐസറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്കോളർഷിപ്പിനെ കുറിച്ചും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ബോക്സിലൂടെ എന്നോട് അറിയിക്കുക. ഇനി കൗൺസിലിംഗ് റൗണ്ട് ഒക്കെ വരുന്ന സമയത്ത് ഒരു അപ്ഡേറ്റും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഐസർ ആസ്പിറൻസും അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള ഇപ്പം ഐസറിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും അടങ്ങുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ, ഹെൽപ്പ്, അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റുകളും അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ക്രിസ്പറിന്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആവുക. റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അടുത്ത ഐസറിന്റെ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.